Good morning, students. Welcome back to our economics class. We are discussing about the topic human capital formation in India. In the last class, we discussed about the relationship between economic growth and human capital formation, and the similarities and dissimilarities between human capital and physical capital. Today we are going to discuss about human capital formation in India, great prospects. We know that investment in education, health, job training, information and migration leads to human capital formation. In India, there exist both government institutions and private institutions in education and health sectors. The most important role in health and education sector is played by the central government, state government and the local government. They invest more amounts of money for health and education. There are several central and state level institutions which control and regulate education and health in India. The most important among them are the following: the regulatory bodies in education. And the first important, the most important institution which controls education system is NCERT. NCERT, National Council for Educational Research and Training. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഒരു ഏജൻസിയാണ് NCERT. NCERT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏജൻസിയാണ് NCERT. +2 വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തെ അതിൻ്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് NCERT. പാഠ്യപദ്ധതിയെ പരിഷ്കരിച്ച് നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് NCERT, സ്കൂൾ വിദ്യാഭ്യാസം. Then next agency is UGC, University Grants Commission. കോളേജ് എഡ്യൂക്കേഷൻ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ്, ആ കോളേജ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏജൻസിയാണ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. ദെൻ ടെക്നിക്കൽ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട പോളിടെക്നിക്കുകൾ, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അങ്ങനെ ടെക്നിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് AICTE. AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ 3 തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ആ 3 ഘട്ടത്തിലും നിയന്ത്രിക്കുന്ന ഏജൻസികൾ: ഒന്ന് സ്കൂൾ വിദ്യാഭ്യാസം, അതാണ് NCERT. ദെൻ സർവകലാശാല വിദ്യാഭ്യാസം, കോളേജ് എഡ്യൂക്കേഷൻ, അതാണ് UGC. മൂന്നാമത്തത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതാണ് AICTE. ദെൻ റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം, ആ മേഖലയിലെ പ്രധാന ഏജൻസികളാണ്. ആരോഗ്യ വിദ്യാഭ്യാസത്തെ, ആരോഗ്യ മേഖലയിലെ എഡ്യൂക്കേഷൻ സെക്ടറിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ICMR. നേഴ്സിംഗ് കൗൺസിൽ, നേഴ്സിംഗ് വിദ്യാഭ്യാസം, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ എക്സാമുകൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഏജൻസിയാണ് നേഴ്സിംഗ് കൗൺസിൽ. ദെൻ ഫാർമസി കൗൺസിൽ, ഫാർമസി കോളേജുകൾ അവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് ഫാർമസി കൗൺസിൽ.
അപ്പോൾ 3 ഏജൻസി മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്തുണ്ട്. അതാണ് ICMR, നേഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഫാർമസി കൗൺസിൽ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ഏജൻസികൾ. ദെൻ എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. In December 2009, the Government of India enacted the Right of Education Act to make free education a fundamental right between the age group 6 to 14. ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ എഡ്യൂക്കേഷൻ 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ലഭ്യമാക്കാൻ വേണ്ടി ചെയ്ത ഒരു നിയമ ഭേദഗതിയാണ് 2009 ഡിസംബറിൽ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമാണ് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആക്ട് ഈസ് പാസ്ഡ് in December 2009. The government spends a lot of money for education purposes. First, we can measure the investment in education in 2 ways. First, the percentage of total government expenditure. Then second, as a percentage of GDP. 2 തരത്തിൽ ഓരോ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും എത്ര രൂപയാണ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നത്, അത് മെഷർ ചെയ്യാൻ 2 തരത്തിലാണ് നമുക്ക് സാധിക്കുക. ഒന്നാമത്തേത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഒരു വർഷം ഗവൺമെൻറ് ചെയ്യുന്ന ചെലവിന് അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത്. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓരോ വർഷവും ഗവൺമെൻറ് ധാരാളം പൈസ പല വകുപ്പുകളിലായിട്ട് ചെലവാക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര പെർസെൻറ്റേജ് മാറ്റിവെക്കുന്നു, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP. GDP മീൻസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗവൺമെൻറ്റിൻ്റെ മൊത്തം ആഭ്യന്തര വരുമാനത്തിനെയാണ് GDP എന്ന് പറയുന്നത്. ആ GDPയുടെ എത്ര പെർസെൻറ്റേജ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ഈ 2 കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഓരോ രാജ്യവും എത്ര ഇൻകം, അവരുടെ വരുമാനത്തിൻ്റെ എത്ര ഷെയർ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ സ്പെൻഡ്സ് ലോട്ട്സ് ഓഫ് മണി ഫോർ എഡ്യൂക്കേഷൻ. We can understand this from the following table. In the year 1952, India spends 0.64% of GDP for education. 1952 ഇന്ത്യ അതിൻ്റെ GDPയുടെ 0.64% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അത് 2012 ആയപ്പോഴേക്കും ആ പെർസെൻറ്റേജ് 3.31 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 0.64ൽ നിന്ന് 3.31 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ in 1952 ഇന്ത്യ സ്പെൻഡ്സ് 7.92% of its total expenditure for education. 1952 7.92% ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 7.92% ആണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ ചെലവാക്കിയത്. അത് 2012 ആയപ്പോഴേക്കും 11.7% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 7.92%ൽ നിന്ന് 11.7% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദ മോർ ഷെയർ ഓഫ് ഇൻകം ഈസ് യൂസ്ഡ് ഫോർ എലമെൻ്ററി എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കൂടുതൽ പൈസ ചെലവാക്കുന്നത്. The share of government expenditure on higher and tertiary education
ഈസ് ദി ലീസ്റ്റ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്ന പൈസ വളരെ കുറവാണ്. കൂടുതൽ തുകയും ചിലവാക്കുന്നത് എലമെൻ്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടണം, അതിനാണ് ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നത്. There is a huge disparity between the per capita education expenditure across the states in India. Per capita education expenditure, ആളോഹരി ചെലവ് എന്തിനു വേണ്ടി? വിദ്യാഭ്യാസത്തിന് വേണ്ടി. നമുക്കറിയാം ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ രീതിയിലാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവാക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്, ആളോഹരി ചെലവ്, ഒരാൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശാണ് ഏറ്റവും കൂടുതൽ പൈസ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ചെലവാക്കുന്നത്. ഏകദേശം 12,500 രൂപയാണ് ഒരാൾക്ക് ഒരു വർഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹിമാചൽ പ്രദേശിൽ ചെലവാക്കുന്നത്. അത് ഏറ്റവും കുറവ് ആളോഹരി ചെലവ് കുറവ് നടത്തുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. 2,200 രൂപയാണ് പഞ്ചാബ് അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെർ ക്യാപിറ്റ ഷെയർ ഓരോരുത്തർക്കും വേണ്ടി ചെലവാക്കുന്നത്. ഏറ്റവും ഉയർന്ന ചെലവ് നടത്തുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത് ഹിമാചൽ പ്രദേശ്. ഈ കണക്ക് 2009-10 കണക്കനുസരിച്ചാണ് ഇത്രയും സംഖ്യ. The inadequacy of expenditure on education is put forward by different education commissions. There are several education commissions are set up to study the education problems and to find out solution for these problems. According to these commissions, the share of income spent for education in India is very low. The Tabas Manjudar Committee, which was started in 1998, estimated an expenditure of rupees 1.37 lakh crore over 10 years to bring up children in the age group of 6 to 14 years. Tabas Manjudar Committee, പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷനാണ് തപസ് മഞ്ജുദാർ കമ്മീഷൻ. തപസ് മഞ്ജുദാർ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. അതുകൊണ്ടാണ് ആ കമ്മീഷന് തപസ് മഞ്ജുദാർ കമ്മിറ്റി എന്ന് പേര് വന്നത്. 1998 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ 1,37 lakh crores are needed for bring up children of the age group 6 to 14 years. 1998-99 മുതൽ 2006-2007 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കണമെങ്കിൽ 1.37 ലക്ഷം കോടി, അത്രയും ലാക്ക് ക്രോർസ് ഓഫ് റുപ്പീസ് ആർ നീഡഡ്. അത്രയും രൂപ ചെലവാക്കണം. Even though the government expenditure on education as a percentage of GDP has increased 3.31%, it is still lower than the desired level. We studied that during the year 2012, 3.31% of GDP is used for education purpose. But this amount is very low. We need 6% of GDP for making our goal. Then education cess. The central budget 2004-2005 levied an education cess of 2% on all union taxes. There are different level taxes, union taxes, state taxes, etc. സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിന് പറയുന്ന പേരാണ് യൂണിയൻ ടാക്സസ്.
ആ വരുമാനമൊക്കെ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോവുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ എല്ലാ ടാക്സിന്മേലും ഒരു ചെറിയ എമൗണ്ട് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ് ഒരു 2% ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. നമുക്ക് BSNLൻ്റെ ബില്ലൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം എഡ്യൂക്കേഷൻ സെസ് 2% എഡ്യൂക്കേഷൻ സെസ് നമ്മുടെ ടോട്ടൽ ബിൽ എമൗണ്ടിൻ്റെ 2% എഡ്യൂക്കേഷൻ സെസ്സായിട്ട് നമ്മൾ അടയ്ക്കണം. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന എല്ലാ ടാക്സിന്മേലും ഒരു എഡ്യൂക്കേഷൻ സെസ് ഏർപ്പെടുത്തി. ഡ്യൂറിങ് ദ ഇയർ 2004 the central government started an education cess of 2% on all union taxes. Then educational achievements in India. India has the second largest pool of qualified, trained, technical, scientific, managerial, human persons in the world. Educational achievements in India. India has the second largest pool of trained, technical, scientific, managerial, human resource in the world. This is a great achievement. In the last class, we studied that America got the first rank in the case of human resources, and India got the second rank. India have a large pool of trained, qualified and technical and managerial human resource in the world. This is a great achievement, but actual educational achievement is measured using other indicators like literacy rate, primary education, completion rate, etc. ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ 2ാം സ്ഥാനമാണുള്ളത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, ടെക്നിക്കൽ നോളജുള്ള ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ്. പക്ഷേ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് മെഷർ ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്, അത് ലിറ്ററസി റേറ്റ്, സാക്ഷരത, രാജ്യത്തിൻ്റെ സാക്ഷരതാ ലെവൽ, പ്രൈമറി എഡ്യൂക്കേഷൻ, എത്ര പേർക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. ദെൻ കംപ്ലീഷൻ റേറ്റ്. കംപ്ലീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നാൽ അത് എപ്പോഴാണ് മുഴുവൻ 10ാം ക്ലാസ് കഴിയുന്നവരെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടോ, അതിനിടയ്ക്ക് വെച്ച് പഠനം നിർത്തുന്നുണ്ടോ, അതിനെയാണ് കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്നത്. എത്ര പേര് പഠനം പൂർത്തിയാക്കുന്നു, അതാണ് കംപ്ലീഷൻ റേറ്റ്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ, ആ കണ്ടീഷൻ ഇന്ത്യയിൽ വളരെ മോശമാണ്. ദ ലിറ്ററസി റേറ്റ് ഈസ് വെരി ലോ, the completion rate is very low, and primary completion rate is also very low. Challenges for the future. Even though we have made progress in educational attainments, there are major deficiencies here. These deficiencies are also our future challenges. Even though we achieved great achievements in education sector, there exist different types of challenges, different types of deficiencies in our education system. The most important deficiencies are the following. First one, education for all, still a distant dream. One of the aim or one of the goal of our government is to achieve education for all the students, but this aim was not still achieved. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന നമ്മുടെ ലക്ഷ്യം നേടാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. Literacy level of 68% means illiteracy level of 32%. The literacy level is 68%. ഏതെങ്കിലും ഒരു ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ
അവരെ പറയുന്ന പേരാണ് ലിറ്ററേറ്റ്, സാക്ഷരത ഉള്ളവർ. അങ്ങനെയുള്ളവരുടെ അളവ് 68% ആണ്. 100 പേരുണ്ടെങ്കിൽ അതിൽ 68 പേർക്ക് മാത്രമേ ഏതെങ്കിലും ഒരു ഭാഷ എഴുതാനും വായിക്കാനും അറിയുള്ളൂ. അവരുടെ എണ്ണം തന്നെ 68% ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഇലിറ്ററസി റേറ്റ് ഈസ് 32%. 100-ൽ 32 പേർക്കും എഴുത്തും വായനയും ഒന്നും അറിയാത്തവരാണ്. ദെൻ ജെൻഡർ ഇക്വിറ്റി ബെറ്റർ ദാൻ ബിഫോർ. ജെൻഡർ, സ്ത്രീ പുരുഷ അസമത്വം, വിദ്യാഭ്യാസ നിലവാരത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റേറ്റ് നോക്കുമ്പോൾ അവിടെ വലിയ ഒരു വിടവ്, വലിയ അസമത്വം നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഹയർ എഡ്യൂക്കേഷൻ, എ ഫ്യൂ ടേക്കേഴ്സ്. ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളുടെ എണ്ണം, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. These are the important deficiencies of our education system. Then we can conclude that human capital formation plays a crucial role in the economic development of a nation. The most important things which promote human capital formation is education, health, job training, migration and information. India achieved a great goal in education sector, but we have several things to achieve in the coming years. Students, please read and study these topics. Okay, thank you.